PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 14 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ സർവ്വതല സ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാനുസൃതം നിലവിൽ വന്ന രണ്ടു തരം സ്ഥാപനങ്ങളേവ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ സർവ്വതല സ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാനുസൃതം നിലവിൽ വന്ന രണ്ടു തരം സ്ഥാപനങ്ങളേവ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപവൽക്കരിക്കപ്പെട്ട സ്വയം ഭരണ സ്ഥാപനങ്ങളേവ ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപവൽക്കരിക്കപ്പെട്ട സ്വയം ഭരണ സ്ഥാപനങ്ങളേവ ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്താൻ അനിവാര്യമായ നടപടി ഏത്? ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്താൻ അനിവാര്യമായ നടപടി ഏത്? ഭരണഘടനാ ഭേദഗതി. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്ന സ്ഥാപനങ്ങളേവ ഭരണഘടനേതര സ്ഥാപനങ്ങൾ. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്ന സ്ഥാപനങ്ങളേവ ഭരണഘടനേതര സ്ഥാപനങ്ങൾ. നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ചുമതലപ്പെട്ട സ്വതന്ത്രവും ആധികാരികവുമായ സംവിധാനമേത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ചുമതലപ്പെട്ട സ്വാതന്ത്ര്യവും ആധികാരികവുമായ സംവിധാനമേത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏത് തരം സ്ഥാപനത്തിന് ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഭരണഘടനാ സ്ഥാപനം. ഏത് തരം സ്ഥാപനത്തിന് ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഭരണഘടനാ സ്ഥാപനം. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് ഏത് വിധത്തിലാണ്? തിരഞ്ഞെടുപ്പിലൂടെ. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് ഏത് വിധത്തിലാണ്? തിരഞ്ഞെടുപ്പിലൂടെ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 25. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 25. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽകൃതമായത്? അനുച്ഛേദം 324. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽകൃതമായത്? അനുച്ഛേദം 324. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ ഘടന എന്ത്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ ഘടന എന്ത്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതാര്? രാഷ്ട്രപതി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതാര്? രാഷ്ട്രപതി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ത്? 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ത്? 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ. ഏത് നടപടിയിലൂടെ മാത്രമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുക? ഇംപീച്ച്മെന്റ്. ഏത് നടപടിയിലൂടെ മാത്രമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുക? ഇംപീച്ച്മെന്റ്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്ന് പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയ ഏത്? ഇംപീച്ച്മെന്റ്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്ന് പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയ ഏത്? ഇംപീച്ച്മെന്റ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആര്? ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആര്? ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായി അറിയപ്പെടുന്നത് എന്ത്? ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായി അറിയപ്പെടുന്നത് എന്ത്? ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനായി രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനം ഏത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനായി രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനം ഏത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും ഏത് സ്ഥാപനമാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും ഏത് സ്ഥാപനമാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം എന്നിവ ആരുടെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനു മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം എന്നിവ ആരുടെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ.
പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും ആരുടെ ചുമതലയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും ആരുടെ ചുമതലയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും ആര്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും ആര്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ എന്നിവ ആരുടെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ എന്നിവ ആരുടെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് മെഷീൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബോക്സിൽ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് നോക്കാം. വോട്ടിംഗ് മെഷീൻ. ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചതെവിടെ? 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പിൽ. ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചതെവിടെ? 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പിൽ. ലോകസഭയിലെ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ച തിരഞ്ഞെടുപ്പ് ഏത്? 2004 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. ലോകസഭയിലെ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ച തിരഞ്ഞെടുപ്പ് ഏത്? 2004 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ 2 യൂണിറ്റുകളേവ? കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ 2 യൂണിറ്റുകളേവ? കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്. സുതാര്യത ഉറപ്പുവരുത്താനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഏത്? VVPAT. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഏത്? VVPAT. VVPAT എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത്? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. VVPAT എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത്? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഓക്കെ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നു, ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുന്നു, തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നു, ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുന്നു, തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും എന്നിവ ഏത് സ്ഥാപനത്തിൻ്റെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും എന്നിവ ഏത് സ്ഥാപനത്തിൻ്റെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും ആരുടെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും ആരുടെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പു സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതുമാക്കി മാറ്റുന്നതിനുമുള്ള സുസംഘടിതമായ നിയമങ്ങളേവ? 1950 1951 ജനപ്രാതിനിധ്യ നിയമങ്ങൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിലും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതുമാക്കി മാറ്റുന്നതിനുമുള്ള സുസംഘടിതമായ നിയമങ്ങളേവ? 1950 1951 ജനപ്രാതിനിധ്യ നിയമങ്ങൾ. 1950 1951 വർഷങ്ങളിലെ ജനപ്രാതിനിധ്യ നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? 327 വകുപ്പ്. 1950 1951 വർഷങ്ങളിലെ ജനപ്രാതിനിധ്യ നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ്? 327 വകുപ്പ്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങളേവ? ജനപ്രാതിനിധ്യ നിയമം. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങളേവ? ജനപ്രാതിനിധ്യ നിയമം. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമേത്? 1950 ജനപ്രാതിനിധ്യ നിയമം. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമേത്? 1950 ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് അനുശാസിക്കുന്ന നിയമമേത്? 1950 ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് അനുശാസിക്കുന്ന നിയമമേത്? 1950 ജനപ്രാതിനിധ്യ നിയമം. 1950 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ മറ്റ് പ്രധാന വ്യവസ്ഥകൾ ഏവ?
നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ. ഓക്കെ. അപ്പോൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ മറ്റ് പ്രധാന വ്യവസ്ഥകളേവ: നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ. ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും പ്രതിപാദിക്കുന്ന നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും പ്രതിപാദിക്കുന്ന നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ പ്രതിപാദിക്കുന്ന നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ പ്രതിപാദിക്കുന്ന നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെവിടെ? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ. ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെവിടെ? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും വ്യവസ്ഥ ചെയ്യുന്ന നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും വ്യവസ്ഥ ചെയ്യുന്ന നിയമമേത്? 1951 ജനപ്രാതിനിധ്യ നിയമം. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയുറപ്പിക്കുക എന്ന കർത്തവ്യം നിർവഹിക്കുന്ന സ്ഥാപനമേത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയുറപ്പിക്കുക എന്ന കർത്തവ്യം നിർവഹിക്കുന്ന സ്ഥാപനമേത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി ദേശീയ സമ്മതിദായക ദിനം. ദേശീയ സമ്മതിദായക ദിനം കേട്ടോ. ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 25. ദേശീയ സമ്മതിദായക ദിനം, അതായത് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 25. ഏത് വർഷം മുതലാണ് ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 2011 മുതൽ കേട്ടോ. ഏത് വർഷം മുതലാണ് ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിച്ചു തുടങ്ങുന്നത്? 2011 മുതൽ. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിക്കാനുള്ള കാരണമെന്ത്? 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായ ദിവസം എന്ന നിലയിൽ. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിക്കാനുള്ള കാരണമെന്ത്? 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായ ദിവസം എന്ന നിലയിൽ. ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളേവ: രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളികളാക്കുന്നതിനും സമ്മതിദാനാവകാശം പ്രോത്സാഹിപ്പിക്കുന്നതിനും. ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളേവ: രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളികളാക്കുന്നതിനും സമ്മതിദാനാവകാശം പ്രോത്സാഹിപ്പിക്കുന്നതിനും. 2026 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? മൈ ഇന്ത്യ മൈ വോട്ട്. 2026 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? മൈ ഇന്ത്യ മൈ വോട്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.